ശന്തനു രാജ്യഭരണത്തിൽ മികവുറ്റ രാജാവായിരുന്നു. ഒരിക്കൽ നായാട്ടിനായി ഗംഗാനദീതീരത്തിലെ വനപ്രദേശത്തേക്ക് പോയപ്പോൾ അതുല്യ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടു. നീ ആരാണ്? ഞാൻ ഗംഗാദേവി. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ എനിക്കൊരു നിബന്ധനയുണ്ട്. എന്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അങ്ങ് എതിർ പറയരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ അന്ന് അങ്ങയെ വിട്ടുപോകും. പ്രണയത്തിൽ മുങ്ങിയ രാജാവ് അത് സമ്മതിച്ചു. ഇരുവരും കൊട്ടാരത്തിൽ ചെന്ന് വിവാഹിതരായി സന്തോഷത്തോടെ ജീവിച്ചു. ഗംഗാദേവി ആദ്യമായി പ്രസവിച്ച കുഞ്ഞിനെ എടുത്ത് നേരെ ഗംഗാനദിയിലേക്ക് എറിഞ്ഞു. ശന്തനു വേദനിച്ചെങ്കിലും നൽകിയ വാക്ക് ഓർത്ത് മിണ്ടാതിരുന്നു. ഇങ്ങനെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അങ്ങനെ 7 കുഞ്ഞുങ്ങളെയും ഗംഗാനദിയിലേക്കെറിഞ്ഞു. രാജാവിന്റെ ഹൃദയം തകർന്നെങ്കിലും വാഗ്ദാനം ലംഘിക്കാനാവാതെ അദ്ദേഹം നിശബ്ദനായി. 8ാമത്തെ കുഞ്ഞിനെയും നദിയിലേക്കെറിയാൻ ഗംഗാദേവി ശ്രമിച്ചപ്പോൾ രാജാവ് ഇനി സഹിക്കാനാവാതെ പറഞ്ഞു, മതി, ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വളർത്തണം. അപ്പോൾ ഗംഗാദേവി സത്യാവസ്ഥ വെളിപ്പെടുത്തി. ഇവർ ശാപം ലഭിച്ച അഷ്ടവസുക്കളായിരുന്നു. 7 പേരെയും ഗംഗയിൽ സമർപ്പിച്ച് ശാപമോക്ഷം നൽകി. 8ാമൻ മാത്രമേ ഭൂമിയിൽ ദീർഘായുസ്സോടെ ജീവിക്കേണ്ടിയിരുന്നുള്ളൂ. ഈ കുഞ്ഞിനെ ഞാൻ വളർത്തി യഥാസമയം അങ്ങേക്ക് തിരികെ നൽകും എന്നു പറഞ്ഞ് ഗംഗാദേവി അപ്രത്യക്ഷയായി. ഗംഗാദത്തൻ എന്നും ദേവവ്രതൻ എന്നും അറിയപ്പെടാൻ തുടങ്ങിയ ആ കുട്ടി വസിഷ്ഠമഹർഷിയിൽ നിന്ന് വേദശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ചു. പരശുരാമനിൽ നിന്ന് ആയുധവിദ്യകളും യഥാകാലം അഭ്യസിച്ചു. വിദ്യകളിൽ മികവുറ്റ യോദ്ധാവായി വളർന്ന ദേവവ്രതനെ ഗംഗാദേവി ശന്തനു മഹാരാജാവിന് തിരികെ ഏൽപ്പിച്ചു. തന്റെ പ്രിയപുത്രനെ കണ്ട ശന്തനു അതിയായ സന്തോഷത്തോടെ ദേവവ്രതനെ യുവരാജാവായി വാഴിച്ചു. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.